ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ലോട്ടറി ടിക്കറ്റിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് നറുക്കെടുപ്പ് നടത്തിയത്. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. പാലക്കാട് ജില്ലയിലെ ഏജന്റ് ഷാജഹാൻ വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ടിക്കറ്റ് തിരുവനന്തപുരത്തെ സബ് ഏജന്റ് ദുരൈ രാജിന് കൈമാറിയിട്ടുണ്ട്. PR പ്രവീണയും ഇക്ബാൽ അറക്കലും ആദിൽ പാലോടും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം PR പ്രവീണയിലേക്ക്. പ്രവീണ, ആരാണ് ആ ഭാഗ്യവാൻ? എപ്പോഴായിരുന്നു നറുക്കെടുപ്പ് നടത്തിയത്? 2 മണിയോടുകൂടിയായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ നറുക്കെടുപ്പ്. XC224091 XC224091 ഈ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. 20 കോടി രൂപയാണ് ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ സമ്മർ ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് ഇത്തവണത്തെ ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ ലോട്ടറി അടിച്ചത്. പക്ഷേ അതിപ്പോൾ തിരുവനന്തപുരത്തെ സബ് ഏജന്റ് ദുരൈ രാജ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അവിടെ നമ്മുടെ പ്രതിനിധി ആദിൽ പാലോടുണ്ട്. ശരി പ്രവീണ, നമുക്കതിന് മുൻപ് ഒന്ന് ഇക്ബാൽ അറക്കലിലേക്ക് പോകാം. കാരണം പാലക്കാടാണല്ലോ സമ്മാനം അടിച്ചത്. ലോട്ടറി വിറ്റ ഏജൻസിയിൽ നിന്നും ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, ഷാജഹാൻ വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ സമ്മാനം അടിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം? വിനീത, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് നഗരത്തിലാണ്. പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള വിൻസ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ഈ 20 കോടി രൂപയുടെ ഈ ലോട്ടറി വിറ്റിരിക്കുന്നത്. ഷാജഹാൻ എന്നാണ് ഈ ലോട്ടറി ഏജന്റിന്റെ പേര്. ഇവിടെ നിന്ന് ഒരു മാസം മുമ്പ് ഇവരുടെ തന്നെ ഈ വിൻസ്റ്റാർ ലോട്ടറി ഏജൻസിയുടെ തന്നെ സബ് ഏജന്റ് ആയിട്ടുള്ള ദുരൈ രാജ്, ഇയാൾ തിരുവനന്തപുരം സ്വദേശിയാണ്. ഇയാൾ കൊണ്ടുപോയ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത് എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഒരു മാസം മുമ്പാണ് ഈ ടിക്കറ്റ് ഈ വിൻസ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. വർഷങ്ങളായി ദുരൈ രാജ് പാലക്കാട് നിന്നും ഈ ടിക്കറ്റുകൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ആളുകൾക്ക് വിൽപ്പന നടത്തുന്ന ഒരു ശീലമുണ്ട്. ഇത് ആരാണ് വാങ്ങിയെന്നൊരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ദുരൈ രാജുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. നിരവധി ആളുകൾ തമിഴ്നാട് ഇപ്പോൾ ദുരൈ രാജിനൊപ്പം നമ്മുടെ പ്രതിനിധി ആദിൽ പാലോടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദിൽ, ദുരൈ രാജ് ഇപ്പോൾ സമ്മാനം അടിച്ച ടിക്കറ്റ് കൈമാറിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? ദുരൈ രാജിനോട് തന്നെ ചോദിക്കാം. വലിയ സന്തോഷത്തിലാണ് അല്ലേ? അതെ, വളരെ ഹാപ്പിയിലാണ്. ഇത് കിഴക്കേക്കോട്ടയിലെ കിഴക്കേ നടയിലുള്ള ലൊക്കേഷനാണ്. എത്ര വർഷമായിട്ട് നടത്തുന്നു ഇവിടെ? ഞാൻ ഇവിടെ 20 വർഷം കൊണ്ട് ലോട്ടറി കച്ചവടം ഉണ്ട്. ഞാൻ തുടങ്ങിയിട്ട് 35 വർഷം. എൻ്റെ ഒരു 10-15 വയസ്സിൽ ഞാൻ ലോട്ടറി കച്ചവടം തുടങ്ങിയതാണ്. ലക്ഷ്മി ലക്കിസൺ. വലിയ സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം. 20 കോടി കിട്ടിയ സന്തോഷം. പാലക്കാട് നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള സാഹചര്യം? പാലക്കാട് പുറത്തുനിന്നുള്ള വെളിയിലുള്ള ജില്ലാ ടിക്കറ്റ് ചോദിക്കാറുണ്ട് ഇവിടെ കസ്റ്റമർ. അതുകൊണ്ട് പാലക്കാട്, തൃശ്ശൂർ, കോട്ടയം അങ്ങനെ പുറത്തുനിന്നുള്ള ടിക്കറ്റുകൾ ഞാൻ വാങ്ങിച്ച് എൻ്റെ ഷോപ്പിലിട്ട് വിൽക്കാറുണ്ട്. എനിക്ക് കസ്റ്റമേഴ്സ് നിറയെ ഉണ്ട്. അവരെല്ലാവരും എല്ലാ ജില്ലയും ഇത്രയ്ക്ക് ജില്ല ഉണ്ടോ അത്രയ്ക്ക് അവർ ടിക്കറ്റ് കൂടുതലെടുക്കും. മാക്സിമം, അതായത് 14 ജില്ല സബ് ഉണ്ട്. ഈ 14 ജില്ലയിൽ ഒരു 7-8 ജില്ല എടുത്ത് ഞാൻ വിൽക്കാറുണ്ട്. പാലക്കാട് നിന്ന് ടിക്കറ്റ് എടുത്ത സമയം ഓർമ്മയുണ്ടോ? 7-ാം തീയതി മകൻ എടുത്തു. 7:12 എടുത്തിരിക്കുകയാണ്. അതിനുശേഷം എപ്പോ വിറ്റ ടിക്കറ്റ് ആയാലും അതിനുശേഷം എപ്പോ ആണെങ്കിൽ വിറ്റിരിക്കാം. നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും വിറ്റിട്ടുണ്ട് 7-ാം തീയതിക്ക് ശേഷം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തായത് കൊണ്ട് ഒരുപാട് തീർത്ഥാടകരൊക്കെ വന്നെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ശബരിമല സീസൺ അല്ലേ? ഈ 2 മാസം ശബരിമല തീർത്ഥാടകർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരും കുറെ എടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആയിരിക്കാം. അതായത് അന്തർ സംസ്ഥാന ആയിരിക്കാം. നാളെ നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ആയിക്കൂടാന്നില്ലല്ലോ, അവിടെ ആയിരിക്കാം, കേരളത്തിലും ആയിരിക്കാം. നമുക്ക് ഇവിടെ കൂടുതൽ വെളിയിൽ നിന്നുള്ളതായതുകൊണ്ടാണ് അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞത്. 50-50 എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ വെക്കാം. ടിക്കറ്റിൽ നമ്പർ ഉണ്ടോ ചേട്ടനെ? തീർച്ചയായിട്ടും കവർ അഡ്രസ് ഇട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ അഡ്രസ്സിൽ വരും. എന്നെ വിളിക്കണം എന്നാണ് പ്രതീക്ഷ. വിളിക്കണം, വിളിച്ചറിയിക്കണം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് എനിക്ക് കിട്ടി എന്ന് പറയണം. മുമ്പത്തെ ഭാഗ്യവാന്മാരൊന്നും ഇങ്ങനെ പറഞ്ഞു കുടുങ്ങിയതുകൊണ്ട് ചിലരൊന്നും പറയില്ല, നേരെ ബാങ്കിൽ കൊടുക്കുകയാവും സാധാരണ ഉണ്ടാവാന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെ ബാങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ലോട്ടറി ഡയറക്ടറേറ്റിൽ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പറയുന്നതാണ് നല്ലത്. വലിയ എമൗണ്ട് ആയതുകൊണ്ടാണ്. ഇതിന് മുമ്പ് എത്ര ടിക്കറ്റ് അടിച്ചിട്ടുള്ളത്? എനിക്ക് 10 lakhs വെച്ച് ഒരു 7-8 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. സ്വന്തം സ്വദേശം എവിടെയാണ്? ഇവിടെ തന്നെ. ഇപ്പം ഞാൻ സെറ്റിലായിരിക്കുന്നത് ഇവിടെയാണ്. ഞാനും ഫാമിലി 2 മക്കളാണ്. ഒരാൾ മെഡിസിൻ MBBS പഠിക്കുന്നു, ഒരാൾ BTech 3rd year. വലിയ സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും. ഭാഗ്യവാനോട് എന്താ പറയാനുള്ളത്? അവർക്ക് ഒരു ആൾ ദ ബെസ്റ്റ്. ഈ ഒരു നല്ലൊരു സമ്മാനം കിട്ടി അവർക്ക് അവരുടെ ഫാമിലിക്കും നല്ലൊരു എമൗണ്ട് ആണ്. അതുകൊണ്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. 7-ാം തീയതിക്ക് ശേഷം 7 ദിവസമാവും അതിന്റെ സമീപ ദിവസം. അതെ, തീർച്ചയായിട്ടും. ബമ്പർ അടിക്കുന്നത് വരെ പാലക്കാട് നിന്നുള്ള ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ട്.
അല്ല, എല്ലാ ഡ്രോയ്ക്കും ഞാൻ പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കാറുണ്ട്. ഇത് മാത്രമല്ല, എല്ലാ ബമ്പറിനും ഞാൻ ടിക്കറ്റ് എടുക്കാറ്. ബമ്പർ മാത്രമാണ് പുറത്തുനിന്ന് എടുക്കുന്നത്, വീക്കിലി അല്ല, ഓൺലി ബമ്പർ മാത്രം പുറത്തുനിന്നുള്ള ജില്ലയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് വിൽക്കാറുണ്ട്. ലക്ഷ്മി ഒന്ന് കാണിക്കാം. യെസ്, തീർച്ചയായിട്ടും. ലക്ഷ്മി ലക്കി സെന്റർ എന്നാണ് ഈ കടയുടെ പേര്. ഈ ഭാഗ്യക്കുറി വിൽക്കുന്ന കടയുടെ പേര്, ലോട്ടറി വിൽക്കുന്ന കടയുടെ പേര്. അതായത് അതിൽ അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആരുമാകാം, അവിടെ എത്തിയ തീർത്ഥാടകരോ അന്യ സംസ്ഥാനത്ത് നിന്നുള്ളവരോ ആരുമാകാം ഈ ഭാഗ്യശാലി അല്ലേ? ഉറപ്പായും. കാരണം ശബരിമല സീസൺ ആയതിനാൽ കൂടുതൽ അന്യ സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തുന്നുണ്ട്. ടിക്കറ്റ് വാങ്ങുന്നു. നമ്മളെ കസ്റ്റമറാ, വിൽപ്പന ചോദിക്കാം. തീർച്ചയായിട്ടും. അത് തന്നെ ശബരിമല തീർത്ഥാടന സമയമായതിനാൽ വലിയ തോതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു ഒഴുക്ക് ഈ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. തീർത്ഥാടനത്തിനായി, പത്മനാഭസ്വാമി തീർത്ഥാടനത്തിനായി ക്ഷേത്രത്തിലെത്തുവാനായി. അതിൻ്റെ ഭാഗമായി ആരെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ കാര്യമായി ലോട്ടറി എടുക്കുന്നത് പതിവാണ് അല്ലേ? ഇതര സംസ്ഥാനം വെച്ചാൽ ഈ ബംഗാളിയും ബീഹാറികളൊന്നും അധികം ബമ്പർ എടുക്കാറില്ല. അവർ തമിഴ്, ആന്ധ്ര എല്ലാവരും ഒന്ന് എടുക്കും. ചോദിച്ചു വരും. കേരളത്തിലെ ടിക്കറ്റുകൾ കേരളത്തിലില്ല, വേറെ ജില്ല. കേരള ടിക്കറ്റിൽ ചോദിച്ചു വരുമ്പോൾ വേറെ ജില്ല ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാറുണ്ട്. അത് ബമ്പർ ടിക്കറ്റാണ് കൂടുതലും വേറെ ജില്ല ചോദിക്കുന്നത്, വീക്കിലിയിൽ ചോദിക്കത്തില്ല. അത് തന്നെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളാകാം ടിക്കറ്റ് എടുത്തത് എന്നൊരു സംശയമുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഭാഗ്യാന്വേഷികളുടെ ഒരു വരവായിരിക്കുമല്ലേ ദുരൈരാജിന്റെ കടയിലേക്ക്? അതെ, ഉറപ്പായും. ദുരൈരാജിന്റെ കടയിൽ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളുടെ തിരക്കാണ്. അത് കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ ലോട്ടറി വാങ്ങാൻ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു 3-4 ലോട്ടറി ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ദുരൈരാജിന്റെ ലക്കി സെന്റർ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കുറേ വർഷങ്ങളായി ഇവിടെ, കുറേ 20 വർഷത്തിലേറെയായി ഇവിടെ ലോട്ടറി കട നടത്തുന്നയാളാണ് ദുരൈരാജ്. തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായ ആളാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് ഈ ലക്കി സെന്റർ ഉള്ളത്. ഈ പല സ്ഥലങ്ങളിൽ നിന്നും ദുരൈരാജ് ടിക്കറ്റുകൾ എടുത്ത് ഇവിടെ ഇപ്പോൾ ദുരൈരാജ് ടിക്കറ്റ് വാങ്ങിച്ചത് പാലക്കാട് നിന്നാണ്. അവിടെ നമ്മുടെ പ്രതിനിധി ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, ഈ പാലക്കാട്ടത്തെ ടിക്കറ്റുകൾക്കൊക്കെ വൻ ഡിമാൻഡ് ആണെന്നാണ് ദുരൈരാജ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം ടിക്കറ്റ് വാങ്ങിയ സ്ഥലം ഏതാണ്? തന്നെ ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ള ഈ വിൻസ്റ്റാർ ലോട്ടറി ഏജൻസിയിലാണ് ഈ 1ാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ഈ ടിക്കറ്റ് വിറ്റുപോയിട്ടുള്ളത്. ഈ കടയുടെ ഏജന്റ് ആയിട്ടുള്ള ഷാജഹാനാണിത്. അവര് മൊത്തം എല്ലാ ജില്ലയിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തുന്ന ഒരാളാണ് ദുരൈരാജ്. കുറേ വർഷങ്ങളായിട്ട് നമ്മളോട് വരും, പാലക്കാട് വന്നാൽ നമ്മുടെ ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ദുരൈരാജിന്റെ മകനാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങി. ഷാജഹാൻ ദുരൈരാജിന്റെ മോനാണ് വന്നത്. ടിക്കറ്റ് എന്നായിരുന്നു വാങ്ങിയിട്ട് പോയത്? ഒരു മാസമാവും. ഷാജഹാൻ ഖാന്റെ ആ ഒരു ഈ സന്തോഷ പേര് മറന്നപ്പോൾ മുതലുള്ള ഷാജഹാൻ ഖാന്റെ ഒരു വിറയൊന്നും മാറിയിട്ടില്ല. ഇല്ല മാറി. ഇതിനു മുമ്പ് ടിക്കറ്റ് അടിച്ചിട്ടുണ്ടോ വിൻസ്റ്റാർ? ഇഷ്ടം പോലെ 1ാം സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ട്. 20 കോടി ഇത് ആദ്യമായിട്ടാണ്? അതെ, ആദ്യമായിട്ടാണ്. 20 കോടി ആദ്യമായിട്ടാണ്. ഇത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഓണം ബമ്പർ അടിച്ചതും പാലക്കാട്ടേക്കാണ്, ഇപ്പോൾ ക്രിസ്മസ് ബമ്പർ അടിച്ചിരിക്കുന്നത് പാലക്കാട്ടേക്കാണ്. പക്ഷേ ഇത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം പാലക്കാട്ടുകാർക്കില്ല. ഓണം ബമ്പർ അനുഭവിച്ചത് തമിഴ്നാട് സ്വദേശിയാണ്. ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് ബമ്പറിന്റെ ഈ ഒരു 20 കോടി പോയിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അതെ, തിരുവനന്തപുരത്ത് വിറ്റതാണ്. പിന്നെ അവിടെ നിന്ന് ആരോ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയില്ല, നമുക്കറിയില്ല. ഏതായാലും വലിയ രീതിയിലൊരു സന്തോഷത്തിലാണ് ഇവിടെയുള്ള ഈ ലോട്ടറി ഏജൻസിയുടെ ഈ ഉടമയായിട്ടുള്ള ഷാജഹാനും ഇവിടെയുള്ള ജീവനക്കാരെ എല്ലാവരും. അവർ മധുരം വിതരണം ചെയ്തും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചുമല്ല പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ മധുരം വിതരണം ചെയ്തെല്ലാം അവർ ആ ഒരു സന്തോഷം അത് ആളുകളുമായി പങ്കുവെക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിവരം കേട്ട് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും മധുരം വിതരണം ചെയ്താണ് അവർ ആ ഒരു സന്തോഷം ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓണം ബമ്പർ അടിച്ചതും പാലക്കാട്ടേക്കാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് ബമ്പർ അടിച്ചിരിക്കുന്നതും പാലക്കാട്ടാണ്. പക്ഷേ ഇതെല്ലാം പോയിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മറ്റു ആളുകൾക്കാണ് എന്നാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. ഏതായാലും പാലക്കാട്ടെ ഈ ഒരു വിൻസ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് കഴിഞ്ഞ
ഒരു മാസം മുമ്പാണ് ദുരൈരാജ് തിരുവനന്തപുരത്തേക്ക് ഈ ടിക്കറ്റ് കൊണ്ടുപോയത്. ദുരൈരാജ് വിൻസ്റ്റാർ ലോട്ടറി ഏജൻസിന്റെ സബ് ഏജന്റാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഈ ടിക്കറ്റിനാണ് ഇപ്പോൾ ഏതായാലും 20 കോടി രൂപ അടിച്ചിരിക്കുന്നത്. വിനീത, ശരി, ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ്. ധനമന്ത്രി KN ബാലഗോപാലാണ് 20 കോടി രൂപ ഒന്നാം സമ്മാനമായുള്ള ബമ്പർ നറുക്കെടുത്തത്. പാലക്കാട് ജില്ലയിലെ ഏജന്റ് ഷാജഹാൻ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. പക്ഷേ ഇത് സബ് ഏജന്റായ ദുരൈരാജ് തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റാണ്. ഇനി ആ ഭാഗ്യശാലി ആരാണെന്ന് മാത്രമാണ് അറിയേണ്ടത്. PR പ്രവീണയും ഇക്ബാൽ അറക്കലും ആദിൽ പാലോടും വിവരങ്ങൾ നൽകുകയായിരുന്നു.